ജാനുവരി 2026 റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 1, 2025 മുതൽ ജാനുവരി 15, 2026 വരെയാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. 2025 ഇയർ വൈസ് അഡ്മിഷൻ എടുത്തവർക്ക്, അതായത് ജൂലൈ സെഷനിൽ 2025 അഡ്മിഷൻ എടുത്തവർക്കും പിന്നെ ഇയർ വൈസ് കോഴ്സ് ഉള്ളവർക്കും സെം വൈസ് കോഴ്സ് ഉള്ളവർക്കും ഒക്കെയാണ് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു അവസരം. ഇപ്പോൾ MPSൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ ഈ ഒരു ഡിസംബറിൽ എക്സാമൊക്കെ അപ്പിയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പകുതി ഫീസ്, അതായത് 7500 രൂപയോളമൊക്കെ വരുന്ന ആ ഒരു പകുതി ഫീസാണ് നമ്മൾ അടച്ചിട്ടുണ്ടാവുക. ബാക്കി റിമൈനിങ് ഫീസ് കൂടെ അടച്ച ശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 4 കോർ കോഴ്സ് പേപ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, MPS 1, 2, 3 and 4. സെക്കൻഡ് ഇയറിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് 8 പേപ്പറുകളും നമ്മൾ എടുക്കണം. 8 പേപ്പറുകളും 50 മാർക്കിൻ്റെ ആ ഒരു രീതിയിലാണ്. ഒരു പേപ്പർ 50 മാർക്ക്, 2 മണിക്കൂർ, ഈ ഒരു രീതിയിലാണ് എക്സാംസ് ഉണ്ടാവുക. ആദ്യത്തെ വർഷം 100 മാർക്കിന് 3 മണിക്കൂറായിരുന്നു എക്സാം. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാ അസൈൻമെൻറ്റ്സും 100 മാർക്കിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ അസൈൻമെൻറ്റും 100 മാർക്കിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ഇയർ വൈസിൻ്റെത് നമ്മുടെ എക്സാം 50 മാർക്കിന് നടക്കുന്നു എന്നേ ഉള്ളൂ. അസൈൻമെൻറ്റുകളുടെ കാര്യങ്ങൾ സെയിം തന്നെയാണ് ആ ഒരു മാർക്ക് വരുന്നത്. 8 പേപ്പറുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ 8 പേപ്പറുകളും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഓരോ പേപ്പറിൻ്റെ കോഡും അതുപോലെ തന്നെ അതിൻ്റെ പേരും, ആ ഒരു പേപ്പറിൻ്റെ കോഴ്സിൻ്റെ പേര് എന്താണെന്നുള്ളതും നമുക്ക് അവിടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് കാണാൻ പറ്റും. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് ഒരു 8 പേപ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഈ 8 പേപ്പറുകളായിരിക്കും നമുക്ക് അസൈൻമെൻറ്റ് വയ്ക്കാനുള്ളതും എക്സാം എഴുതാനുള്ളതും. ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ പേപ്പറായിട്ട് സെലക്ട് ചെയ്ത 8 കോഴ്സുകളാണത്. ഇഗ്നോയുടെ സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും പിന്നെ അതുപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ടും ഒക്കെ സൈറ്റിൽ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളുടെയും സാധനങ്ങളും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇഗ്നോ തന്നിട്ടുള്ള കുറച്ച് കോഴ്സുകളിൽ നിന്നും 8 നമുക്ക് താല്പര്യമുള്ള 8 നമ്മൾ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഫീസ് അടച്ചിട്ട് ആ 8 കോഴ്സുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഫീസ് ഒരു തവണ പേ ചെയ്തിട്ട് അത് ഓക്കെ ആയില്ല എന്നാണെങ്കിൽ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തവണ പേ ചെയ്തു വീണ്ടും ഒരിക്കൽ കൂടെ മൾട്ടിപ്പിൾ ടൈം പേ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഫീസ് എടുത്തിട്ട് ബാക്കിയുള്ള സെക്കൻഡ് ടൈം പേ ചെയ്ത ആ ഒരു പൈസ നമുക്ക് റീഫണ്ടായിട്ട് വരും. പേടിക്കേണ്ട കാര്യമില്ല, അതിന് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പരമാവധി വീണ്ടും ഒരിക്കൽ ചെയ്തിട്ട് ഓക്കെ ആയില്ലെങ്കിൽ വീണ്ടും അപ്പം തന്നെ ചെയ്യുന്നത് ഒഴിവാക്കുക. 1-2 ദിവസം കാത്തിരിക്കുക. ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. എപ്പോഴും പറയുന്നത് പോലെ ജാനുവരി 14 പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥ വരുത്തരുത്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരറിവും നിലവിലിപ്പോൾ ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം ഈ ഫീ പേയ്മെൻറ്റിൻ്റെയൊക്കെ പ്രശ്നം വരുമ്പോൾ 2 ദിവസമൊക്കെ നമ്മൾ സ്റ്റക്കായി പോകുമ്പോൾ നമുക്ക് പിന്നെ ഈ തലേ ദിവസം പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. നമ്മൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പേ ചെയ്യുക. അതിൻ്റെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ഡിസംബർ എക്സാം എഴുതുന്നവരാണെങ്കിൽ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കറക്റ്റായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് കയറി കാണുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ.